അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കഷ്ടം നിങ്ങൾ തിന്നു നോക്കാം. ഇന്നത്തെ വിളവെടുപ്പിൻ്റെ എൻ്റെ അധ്വാനത്തിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ വിളവെടുപ്പാണ്. അത് ഏതവനായാലും വെണ്ടക്കായ ഒരാളും കഴിക്കില്ല, മരുന്നടിച്ചാണ് കാരണം. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയത് കൊണ്ട് ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ, ജനങ്ങൾക്ക് വേണ്ടി വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ ആ പൊട്ടിച്ചതിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരെണ്ണം കഴിച്ചു നോക്കുകയാണ്. കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. എന്താ വെച്ചാൽ അതിൽ വിഷമില്ലാത്തതിൻ്റെ തെളിവാണ് ഈ കാട്ടുന്നത്. കഴിക്കില്ല ഒരു കൊച്ചു പയ്യന് ഞാൻ കൊടുക്കുകയാണ്. നോക്കുക, അവൻ കഴിക്കുന്നു നോക്കുക, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിലാക്കുക. വിഷമുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് കൊടുക്കില്ല. വിഷമടിക്കാത്തതിൻ്റെ തെളിവാണ്. അവന് ദീർഘായുസ്സുണ്ടാവാനും ഭാവിയിൽ നല്ലൊരു കൊച്ചുമിടുക്കനായി ഒരു കർഷകനായി തീരുവാനും ദീർഘായുസ്സും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വളർന്ന് നല്ലൊരു മിടുക്കനാവട്ടെ. അതെ, ഞാൻ ഈ കൊച്ചുകുട്ടിയെ കൃഷിയെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി, എൻ്റെ കൃഷി രീതിയെപ്പറ്റി അറിയുന്നതിന് വേണ്ടി, ഈ കൃഷി എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പിച്ച വെച്ച നാളിൽ ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവനെ പറഞ്ഞു കൊടുക്കണം. മോൻ്റെ പേരെന്താ? അദ്വൈത്. എത്രല്ല പഠിക്കണേ? 6 എവിടെ നിന്റെ വീട്? ചൊവ്വൂര് തൃശ്ശൂരാണോ? ആ, വെട്ടിക്കാൻ. അപ്പോൾ ഈ കൃഷി അവനെ ഞാൻ പഠിപ്പിക്കുകയാണ്. അവൻ കണ്ടു പഠിക്കുകയാണ്. നാളെ അവൻ നല്ലൊരു കൃഷിക്കാരനാവണം. ഞാൻ പ്രായമായി വരുമ്പോൾ എന്നെയും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ഈ ചൂട്ടത്ത്, ഈ പൊള്ളുന്ന വെയിലത്ത് ഇവിടെ വന്ന് എന്നോടൊപ്പം എന്നെ സഹായിക്കുകയാണ്. അവൻ കൃഷിയെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അവരുടെ മാതാപിതാക്കൾ അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അവനെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, അവനെ കാട്ടിക്കൊടുക്കുകയാണ്. ഇത് കണ്ടും നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം, ഇത് കണ്ട് നിങ്ങൾ ഓരോരുത്തരും വളരണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്ക് പോകുന്തോറും കൃഷി കുറഞ്ഞു വരികയാണ്. കൃഷി കുറയാതിരിക്കാൻ, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ, ദീർഘായുസ് ഉണ്ടാക്കാൻ, ഒരു 50 വയസ്സെത്തിയ കുട്ടി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നത്. അപ്പോൾ നിങ്ങളിത് കാണുക, കണ്ടു പഠിക്കുക, വളരുക. ഈ വെണ്ട കുത്തിയിട്ട് ഒരു 25 ദിവസമായിട്ടുള്ളൂ. 25-30 ദിവസമായി. അപ്പോൾ ഈ വളത്തിൻ്റെ ഉഗ്രാനം കൊണ്ടും ഈ മണ്ണിൻ്റെ തണവ് കൊണ്ടും ഇവിടെ വെള്ളത്തിന് ദൗർബല്യം ഇല്ലാത്തത് കൊണ്ടും ഇതിൻ്റെ ഉദ്ഘാടനം 2 ദിവസം മുന്നേ കഴിഞ്ഞു. ഇത് വിളവെടുപ്പ് ആരംഭിച്ചു. അപ്പോൾ രണ്ടാമത് ഇത് വീണ്ടും ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഞാൻ ഒരു 4 കിലോ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊട്ടിക്കാൻ വന്നതാണ്. ഇത് പൊട്ടിക്കുന്നതാണ് കാണുന്നത്. വിഷു വരികയാണ്. വിഷു കൈനീട്ടം കൊടുക്കണം. അത് എല്ലാ കൊല്ലം ഞാൻ ചെയ്തു പോരുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ പ്രാവശ്യവും മുടങ്ങാതെ അത് ചെയ്യും. അത് ചെയ്യുന്നത്, കൊടുക്കുന്നത് ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, വെണ്ടക്കായ പൊട്ടിക്കണം പറ്റില്ല. ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, കൊച്ചുകുട്ടികളെ കൃഷി ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ ആരംഭണി കാട്ടിത്തന്നത്. ഇവന് കൃഷി ചെയ്യുവാൻ ഈ പയ്യന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇവന് ഞാനിത് പ്രോത്സാഹിപ്പിച്ചത്. മാതാപിതാക്കൾ പറയുകയാണ് അവനെ തുടരണ്ടാലി, അവനോട് പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാനതൊന്നും തോന്നില്ല. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഇതിനോട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ആരംഭം, കൃഷി എങ്ങനെ ചെയ്യണം, എങ്ങനെ വളരണം, എങ്ങനെ വളർത്തണം, എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ ചെയ്താൽ കൃഷി ഉണ്ടാകുന്നതിൻ്റെ ഒരു ആരംഭഘട്ടം ഈ കുട്ടിയെ പഠിപ്പിക്കും.
ഇതില് മരുന്നടിച്ചിട്ടുണ്ടോ? ഇല്ല, മരുന്നടിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിനിപ്പോൾ 3ാമത്തെ അരിച്ചിലേക്ക് കഴിഞ്ഞു. ഇത് 4ാമത്തെ അരിച്ചിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതുമ്പോൾ മരുന്നടിച്ചിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മണത്ത് നോക്കിയാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാം കണ്ടാലും അറിയാം. ഉള്ളി കുത്തുണ്ട്, ഓട്ടകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ മരുന്നടിക്കാത്തത് കൊണ്ടുള്ള ചെയ്തിയാണ്. ഇത് കൊണ്ടുപോയി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇത് 4 പ്രാവശ്യം 3 പ്രാവശ്യം അരിച്ചിട്ട് കഴിഞ്ഞു. 4ാമത്തെ ഇന്ന് കുറച്ച് അരിൻ്റെ കുടയരിക്ക് കൊണ്ടുപോകാനാണ്. എൻ്റെ വിളവെടുപ്പ് വീണ്ടും അരിയാൻ പോവുകയാണ്. ഈ അരിയെ നിങ്ങൾ കാണുക, മനസ്സിലാക്കി പഠിക്കുക. 2 സൈസ് ഉണ്ട്. എന്താ ഓരോ ചീരക്കടയും പരിപാടിയാണ്. ഇവിടെ പയറ് കുത്തിയതാ. പയറ് കുത്തി വളർത്തു. വളർത്ത് കഴിഞ്ഞ പിന്നെ ഈ പരിസരത്തേക്ക് വന്നില്ല. അപ്പൊ പൂവണ്ട സുഹൃത്തുക്കളെ, ഇവിടെ പയറ് കുത്തിയേക്കുന്നതാണ്. നാച്ചുറലായിട്ടുള്ള കൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറൊരു കൃഷിയും ചെയ്യുന്നില്ല. നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ നിറച്ച് പുല്ല് മുളച്ചു. അപ്പം ആ പുല്ലിനെ വളർട്ട് മുകളിൽ കഴിഞ്ഞു പയർ പൂവും കായായി തുടങ്ങി. അപ്പം ആ പുല്ലിനെ പറിച്ച് കളയാം. വേറെ പണികൾ ചെയ്യാം, പക്ഷെ അത് ഞാൻ ചെയ്യില്ല. അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താൽ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതാണ്. നിങ്ങളൊരു 15 ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന തോട്ടത്തിൽ ഒന്നൊന്ന് കാണുക, ഇപ്പം ചെയ്തേക്കുന്ന വേലയൊന്ന് കാണുക, ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയായിരിക്കും. ഇത് പയറും ചീരയാണ്. ഈ പയർ പൂവും കായും ആവണതാണ് കാണുന്നത്. അതാണ് പറഞ്ഞതിൻ്റെ കാരണം. 15 ദിവസം കഴിയുമ്പോൾ നിങ്ങളിവിടെ വന്നൊന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടത് മനസ്സിലാവും. പൂവും കായാണ്. അന്ന് എനിക്ക് ഉത്സവമാണ്. ഇപ്പോൾ ഇത് ആരംഭമായിട്ടുള്ളൂ. പൂവും കായും ആവണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പുല്ലിനെ പറിച്ചു കളയാം. വെള്ളരി റെഡിയായോ? വെള്ളരി സുഹൃത്തുക്കളെ, വെള്ളരി ഇതാണ് വെള്ളരി. എന്താ ഒരു 15 ദിവസം 10 ദിവസത്തെ വ്യത്യാസം വന്നു പോയി. അല്ലെങ്കിൽ എന്താ ടോംചേട്ടാ, ഇതേ ടോംചേട്ടന് കുറച്ച് നേരം വൈകിട്ടാണ് കുത്തിയത്. അത് എത്തിരി നേരം വൈകിട്ട് എന്താ എനിക്ക് ഉത്സവമായ നമുക്ക് ഈ വിഷുവിനപ്പം വെള്ളരി കിട്ടില്ല അല്ലേ? സാധനം വെള്ളരി ഉണ്ടായി കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതെ, വെള്ളരി ഒക്കെ എവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് വേണ്ട. പക്ഷെ ഇത് വിഷുവിന് വിളവെടുക്കാൻ പറ്റില്ല എന്നാണ് ടോംചേട്ടൻ പറഞ്ഞത്. കാരണം നേരം വൈകിപ്പോയി. വെള്ളരി നേരം വൈകിപ്പോയി. ഇതൊക്കെ വെള്ളരിയാണ് സുഹൃത്തുക്കളെ. ഇത് നിറച്ച് വെള്ളരി ഉണ്ടായി കിടക്കണതാണ്. ഇതിൻ്റെ വിളവെടുപ്പ് ഒരു 10 ദിവസം വൈകിപ്പോയി. കൃഷിക്കണി കൊടുക്കാൻ അതേ കണ്ട ചക്ക പോലത്തെ വെള്ളരിയെ കിടക്കണതേ. ഈ കാനെ കണ്ട അതേ പഴുത്തു തുടങ്ങി. ഒരു 5 ദിവസത്തെ വ്യത്യാസമുള്ളത് എന്താ എന്താ ഇതൊക്കെ വെള്ളരിയാണ് സുഹൃത്തുക്കളെ. അതായത് ഒരു 5 ദിവസത്തെ ഗ്യാപ്പ്. അത് പറ്റിപ്പോയി, കുത്തിയത് ഇത്തിരി വൈകിപ്പോയി. അല്ലെങ്കിൽ അതെന്താ അങ്ങനെ സംഭവിച്ചു പോയി? മറ്റുള്ളവർ സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിച്ചു പോയി. എന്ത് പറ്റിയെന്നുള്ളത് എന്താ പറ്റിയതെന്നൊന്നും പറയാൻ പറ്റില്ല. കൊടുക്കാൻ വെള്ളരി തവണ വെള്ളരി കുത്തി വെള്ളരി ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് കാണുന്നതൊക്കെ വെള്ളരിയാണ്. പക്ഷെ കണ്ട ചക്ക പോലത്തെ വെള്ളരി ഉണ്ടായി കിടക്കുന്നത്. പക്ഷെ അത് എന്താന്ന് വെച്ചാൽ ഇത് എന്താ വെള്ളരിയാണ്. ഇതൊക്കെ വെള്ളരിയാണ്. അല്ല
ഇതൊക്കെ വെള്ളരി കിടക്കുന്നതാ. എന്താ ഇത് കൈനീട്ടം കൊടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. അതിലെനിക്ക് വളരെ വിഷമമുണ്ട്. കൈനീട്ടം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മേടിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതേ കണ്ട, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അതേ കണ്ട സുഹൃത്തുക്കളെ, വെറുതെ പറയുന്നതല്ല. കണ്ടാതെ 10 ദിവസം കൂടി കഴിയുമ്പോഴേക്കും എനിക്ക് ഉത്സവമാണത്. എന്താ അതെ, ഇതൊക്കെ വെള്ളരിയാ. ഇതാ ഇതാ ഇതൊക്കെ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ അതിക്ക് മുന്നാവും. ഇതാ ഇതൊക്കെ വെള്ളരിയായി. ഒരു അബ്ദം പറ്റിപ്പോയി. അതൊരു 10 ദിവസം മാറി. അടുത്തത് കുറച്ച് വെണ്ടക്കായ പൊട്ടിക്കാൻ പോകണം. വെണ്ടക്കായ പൊട്ടിച്ചു തുടങ്ങി 2-3 ദിവസമായി. വെണ്ടക്കായയുടെ വിളവെടുപ്പ് ഇന്നിവിടെ ആരംഭിക്കണം. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളെ നാച്ചുറലായിട്ടുള്ള കൃഷി ചെയ്ത് കാട്ടിത്തരണം. ഇത് കണ്ട് നിങ്ങൾ പഠിക്കണം. ഇത് കണ്ട് നിങ്ങൾ വളരണം. ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഓരോ കാര്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നുണയോ ചതിയോ വഞ്ചനയോ എനിക്കില്ല. ഇത് സമ്പാദിക്കാൻ വേണ്ടിയല്ല സുഹൃത്തുക്കളെ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടം. ജീവന് വേണ്ടിയാണ്, ദീർഘായുസിന് വേണ്ടിയാണ് ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തി. അല്ല സമ്പാദിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ആരും ഇന്ന് കൃഷി ചെയ്യില്ല. ലാഭത്തിന് വേണ്ടിയല്ല, സമ്പാദിക്കാൻ വേണ്ടിയല്ല, ജീവൻ രക്ഷിക്കാൻ ഔഷധ ഗുണമുള്ള മണമുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ കിട്ടുന്നതിന് വേണ്ടി സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആധുനിക രീതിയിലുള്ള കൃഷിയാണ് ഞാനിവിടെ ഇന്നും ചെയ്യുന്നത്. അത് മറ്റുള്ളവർ കണ്ടുപഠിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്നതിന് വേണ്ടി ആണ് ഈ കൃഷി ചെയ്യുന്നത് എന്നുള്ള സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ നന്മയെ നിങ്ങൾ കാണാതെ പോകരുത്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യം നിങ്ങൾ വിലയിരുത്തണം. ഇത് കണ്ട് നിങ്ങൾ വളരണം. ഇത് കണ്ട് നിങ്ങൾ പഠിക്കണം. ഇത് കണ്ട് മക്കളെ വളർത്തണം എന്നാണെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥികൾ. കൃഷിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇന്നത്തെ ചൂടിൻ്റെ കാലാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ജൈവ രീതിയിൽ ഉള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. ചൂട് സമയത്ത് കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ വിളകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ പറ്റിക്കാനോ തട്ടിക്കാനോ വേണ്ടിയല്ല സുഹൃത്തുക്കളെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വിളവെടുപ്പ് ആരംഭിക്കും. ഞാൻ ഇന്നലെ കുറച്ച് പൊട്ടിച്ചത് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നലെ കുറച്ച് പൊട്ടിച്ചു, ഇന്ന് വീണ്ടും പൊട്ടിക്കുകയാണ്. ഇന്നലെ കുറച്ചധികം പൊട്ടിച്ചു. ഇന്നലെ പൊട്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇന്നലെ ഒരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് പൊട്ടിച്ചു. ഇന്ന് വീണ്ടും ഇന്നലെ പൊട്ടിച്ചതിൻ്റെ ജെട്ടിയാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത്. ഇത് വീണ്ടും പൊട്ടിക്കാൻ ഒരു 5 കിലോനോളം ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ട്. പോരായ വന്നു കുറച്ച്. അപ്പം അത് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. എന്താ ഇതൊക്കെ വെണ്ടയാണ്.